പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ്. നമുക്കറിയാം, കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ നാളിതുവരെയായും ഒരു ഗഡു പോലും കേന്ദ്ര സർക്കാർ മുടക്കിയിട്ടില്ല. ഈ ഒരു തുക കറക്റ്റ് ആയിട്ട് തന്നെ 4 മാസത്തിൽ ഒരു തവണ എന്ന നിലയ്ക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മുടങ്ങാതെ കറക്റ്റ് ആയിട്ട് എത്തിച്ചേരുന്നുണ്ട്. 16ാമത്തെ ഗഡു തുക കിട്ടിയിട്ട് ഇപ്പോൾ ഒരു മാസം പോലും തികഞ്ഞിട്ടുമില്ല താനും. കാരണം തുക അടുത്ത ഇടെയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയത്. അതിന്റെ ഒരു സമയം തീരുന്നില്ല. അതിനു മുമ്പ് 17ാമത്തെ ഗഡു തുക ലഭിക്കാൻ പോവുകയാണ്. വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകളാണ്. പക്ഷേ ചില ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. 16ാമത്തെ ഗഡു കിട്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല. തുക മുടങ്ങാതെ തന്നെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല, ഇനിയുള്ള നാളുകളിൽ തുക വർദ്ധിപ്പിക്കുവാൻ വേണ്ട നടപടികളും സ്വീകരിക്കുമെന്ന് ഈ ഒരു കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് എപ്പോഴായിരിക്കും തുക വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇലക്ഷൻ കഴിയുന്നതോടുകൂടിയൊക്കെ ഇതിന്റെ നടപടി ഉണ്ടാവും. പക്ഷേ ഇനി അടുത്ത തുക ലഭിക്കേണ്ടത് ഏപ്രിൽ, മെയ്, ജൂൺ ആ ഒരു കാലയളവിലാണ്. അതിന്റെ ആദ്യ പാദത്തിൽ ലഭിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. അത് അവസാന പാദത്തിൽ, അതായത് ജൂൺ മാസത്തിലേക്കാണ് സാധാരണ തുക ലഭിക്കേണ്ടത്, അതായത് 17ാമത്തെ ഗഡു ലഭിക്കേണ്ടത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വളരെ വലിയ ഒരു നടപടിയിലേക്ക് പോവുകയാണ്. ലോക്സഭാ ഇലക്ഷനൊക്കെ വരികയാണ്. ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ 17ാമത്തെ ഗഡു 2000 രൂപ വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലോക്സഭാ ഇലക്ഷനൊക്കെ വരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ തുക കറക്റ്റ് ആയിട്ട് വിതരണം ചെയ്ത് മുൻപേ തന്നെ എത്തിക്കുന്നതുകൊണ്ട് നിലവിലുള്ള സർക്കാരിന് തന്നെ വീണ്ടും അധികാരത്തിൽ വരുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ കൂടുതൽ ബലപ്പെടുത്താനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ്. ഈ 16ാമത്തെ ഗഡുവും അല്ലെങ്കിൽ 16 ഗഡു വരെ മുടങ്ങാതെ ലഭിച്ച എല്ലാ ആളുകൾക്കും 17ാമത്തെ ഗഡുവിനും അർഹതയുള്ള ആളുകളാണ്. അവർക്ക് ഈ ഒരു തുക മുടങ്ങാതെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഏപ്രിൽ മാസത്തിൽ എത്തിച്ചേരും. നമുക്കറിയാം, വളരെയധികം അനർഹരായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്നുണ്ട് എങ്കിൽ പോലും കൂടുതൽ അർഹതയുള്ള ആളുകളെ പദ്ധതിയിലേക്ക് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും അംഗമാകുക. നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ ഇപ്പോൾ ഈ ഒരു തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് ഒരു രജിസ്ട്രേഷൻ നമ്പറുണ്ട്, KL എന്നൊക്കെ പറഞ്ഞ്, KL എന്ന് പറയുന്ന ഒരു സംഖ്യ ചേർത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പറൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രമോ കോമൺ സർവീസ് സെന്ററോ അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളോ വഴി പരിശോധിക്കുക നിങ്ങളുടെ തുക മുടങ്ങിക്കിടക്കുന്നതിന്റെ കാരണങ്ങൾ. അപ്പോൾ എന്തുതന്നെയായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. 17ാമത്തെ ഗഡു 2000 രൂപ ഇതാ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പോൾ കേന്ദ്ര സർക്കാർ വീണ്ടും വാക്കുപാലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് നിങ്ങളൊന്ന് അറിയിച്ചും കൊടുക്കുക. ഏപ്രിൽ മാസത്തിൽ 17ാമത്തെ ഗഡു തുകയുടെ 2000 രൂപയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.